ഡപ്പിയും കൊപ്പിയും തുപ്പിയും. തൊപ്പി മൂഞ്ചി എന്ന് പറഞ്ഞിട്ട് വിനു ഒരു പോസ്റ്റ് ഇട്ടെന്ന് കണ്ടിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. നമ്മളിപ്പം ആരൊക്കെ സപ്പോർട്ട് ചെയ്യും, ഇപ്പം ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു, അയാൾ തോറ്റുപോയ ഉടനെ അയാൾക്കെതിരെ നമ്മൾ നിൽക്കണമെന്നൊന്നുമില്ല. അത് അവരുടെ ഒരു ടാക്ടിക്സ്, നമ്മളുടെ ടാക്ടിക്സ് വേറെ. നമ്മൾ നന്മയ്ക്കൊപ്പം നിന്നു, തിന്മ തോൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, തിന്മ തോറ്റു, നന്മ ജയിച്ചു ഫൈനലി. ഓക്കെ, അത് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് സീസണിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ കുറേയധികം പേര് സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അനുമോൾക്ക് സപ്പോർട്ട് വന്ന ആളെ കണ്ടപ്പോൾ എനിക്ക് ചിരിച്ചു മരിക്കാൻ തോന്നി. ആര്, ശ്രീവിരുദ്ധനോ? അയ്യോ, ഒന്നും പറയാൻ പറ്റില്ല. അഖിലെണ്ണൻ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോൾ ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഏറ്റവും ഭയങ്കര അപമാനം അതായിരിക്കുമെന്ന് ഞാൻ പറയുള്ളൂ. അഖിൽ അണ്ണൻ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങും താങ്ങി ഇങ്ങും താങ്ങി നിൽക്കും. ജയിച്ചവനാരോ അവൻ്റെ ഒപ്പം നിൽക്കും. എന്നാൽ അവനിക്ക് കിച്ചിൻ്റെ കണ്ണെടുത്താൽ കണ്ടും കൂടാ. അതെന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ, നമുക്ക് കുറച്ച് ഭാഗം കേൾക്കാം. സംസാരിക്കുന്നുണ്ടല്ലോ, ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാണോ നിന്റെ മാന്യത? ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? നിന്റെ അടുത്ത് ഞാൻ വീണ്ടും പറഞ്ഞത്, ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ? ഞാൻ പറഞ്ഞ വീഡിയോ മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞത് ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ. കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് PR ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വിഷയം എത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഒന്നും പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട്. ഈ പയ്യൻ ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളെ എനിക്ക് ഇഷ്ടമില്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ കുട്ടികളെയാണ് അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയധികം ഫാൻ ഫെയിം ഉള്ള ഒരുത്തനിക്ക് നല്ലത് കുറേ പറയാം. തെറി വിളിച്ച് അല്ലെങ്കിൽ മോശം പറഞ്ഞുകൊണ്ട് അഖിൽമാരാരുമായിട്ടൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ഇവർ തമ്മിൽ. അഖിൽ തോറ്റു എന്ന് പറയുന്നുണ്ട്. ഇവിടെ തോറ്റത് ഈ രണ്ട് മണ്ടന്മാരുമാണ്. അഖിലും തോറ്റിട്ടുണ്ട്, ഇവനും തോറ്റിട്ടുണ്ട്. അഖിലിന് പറ്റിയത് എന്താണെന്ന് അറിയാം. അഖിൽമാരാറ് ഒരു പ്രശ്നമുണ്ട്. നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അഖിൽമാരാറ്. അയാൾക്ക് അയാളുടെ ആ ലെവൽ അറിയില്ല. അയാൾ അതിൻ്റെ ലെവലിൽ താന്ന് മറ്റൊരാളോട് സംസാരിക്കാൻ പോയതേ തെറ്റ്. എടാ പോടാ എന്ന് ഇയാൾ വിളിച്ച് സംസാരിക്കുമ്പോൾ പ്രായത്തെ പോലും ബഹുമാനിക്കാത്ത ഒരുത്തനിക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഗതികേട് തനിക്കില്ലെന്ന് തിരിച്ചറിവില്ലാതെ ഇവൻ്റെ അടുത്ത് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് അഖിൽ ചെയ്ത തെറ്റ്. 2, പ്രായത്തിൽ താന്ന ഒരു പയ്യൻ വിളിക്കുമ്പോൾ അവൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നതിന് പകരം ഫോൺ ക്രോസ് ചെയ്യാമായിരുന്നു. ഇത് രണ്ടും ചെയ്യാതെ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചത് തന്നെയാണ് തെറ്റ്. ആ പറഞ്ഞ ചെറുക്കൻ ഒരു വൃത്തികെട്ടവനാണെന്ന് അവന് വായി വരുന്ന അവൻ വിളിച്ച് പറയുമെന്നും അവ ഇതുവരെ അതാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള തിരിച്ചറിവില്ലാതെ അവൻ്റെ അടുത്ത് കോട്ടി പിടിക്കാൻ പോയാൽ നീ വലിയ ആളാണെന്നോ അവന് മനസ്സിലാവത്തില്ല. അവന് ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ തന്നെ. ആരെയും വിളിക്കും, തന്തേ തെറി വിളിക്കുന്ന മോനാ, പിന്നെ നിന്നെ വിടുമോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ക്രോസ് ദ ഫോൺ ആൻഡ് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ എന്ത് വേണോ വിചാരിച്ചു. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് നിൽക്കുന്നു. നമ്മളൊരു നിലപാട് പറയുമ്പോൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിച്ച് പറയുക. സച്ച് ഇൻ കേസ് അതിനകത്ത് തകരാറുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് പറയുക. അല്ലാത്ത പക്ഷം അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ പോകാതിരിക്കുക. ഈ പറയുന്ന അഖിൽമാരാർക്ക് ഒരു വകതിരിവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതൊക്കെ പോയിട്ട് ആ പയ്യനോട് റഷ്യൻ വിപ്ലവത്തിനെ പറ്റി ചോദിക്കുന്നു. എടാ, റഷ്യൻ വിപ്ലവം അറിഞ്ഞൂടാത്തവരൊക്കെ മണ്ടന്മാരാണെന്നാണോ വിചാരം? അങ്ങനെയാണെങ്കിൽ നീ മോങ്ങിയുടെ അടുത്ത് പോയി ചോദിക്കും. മോങ്ങിക്ക് റഷ്യൻ വിപ്ലവം പോയിട്ട് അയാളുടെ പേരെന്താണെന്ന് പോലും മര്യാദയ്ക്ക് പറയാൻ അറിഞ്ഞൂടാ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കെടുത്ത് പറയാൻ പറ്റും. ഇവനോട് ചോദിച്ച ആ റഷ്യൻ വിപ്ലവത്തിന്റെ കാര്യം ഞാൻ തിരിച്ച് നിന്റെ അടുത്ത് ചോദിക്കും. നിനക്ക് എന്ത് വാഴയാണെന്ന് അറിയാമോ? നീ കുറെ വായ്ത്താളം അടിക്കുന്നുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. വായനകളുണ്ട്, അത്യാവശ്യം ബോധങ്ങളുണ്ട്, കാര്യങ്ങൾ അറിയാം. പക്ഷെ അത് എവിടെ ഉപയോഗിക്കണം, എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആ പയ്യൻ തിരിച്ച് നിന്റെ അടുത്ത് നീ ഞാൻ കളിക്കുന്ന ഗെയിമിന്റെ പേരോ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടൊരു കാര്യമോ ചോദിക്കാൻ പറ്റും. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നീ നാറിയണം. അത് നിനക്ക് തിരിച്ചറിവായതുകൊണ്ടാണ് നീ തിരിച്ചു പറഞ്ഞത്. നിന്റെ ഗെയിമിനെ പറ്റി എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റേതായതുകൊണ്ട് നിനക്ക് നിന്റെ ആ ബോധം നിനക്കുണ്ടല്ലോ. പിന്നെ ആ ചോദ്യം അവിടെ അപ്രസക്തമാണോ? അപ്രസക്തമായ ഒരു കാര്യത്തിന് അവൻ്റെ വായിരിക്കണ പോയി വാങ്ങിച്ചിട്ട് വന്ന ഊള. ഇത് കണ്ടിട്ട് കുറേ എണ്ണം എടുത്തു വെച്ചിട്ട് അഖിൽമാരാര് തോറ്റേ, മറ്റവൻ ജയിച്ച്, രണ്ടും തോറ്റു. അവരവരുടെ നിലവിട്ടുള്ള കളിക്ക് പോയിട്ടാണ് ഈ പ്രശ്നം. ഇത് തൊപ്പിയുടെ പ്രശ്നമാണ്. കാരണം തൊപ്പിക്ക് തൻ്റെ ഭാഗത്തുള്ള തൻ്റെ നേർക്ക് വന്ന ഒരു അലിഗേഷൻ തെളിയിക്കണമായിരുന്നു. അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ടല്ല, അല്ല അനീഷിന് സപ്പോർട്ടീവായിട്ട് തൊപ്പി വോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ ഫാൻസിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഉൾപ്പെടെ ഭയന്നിരുന്നു. ഒരു പക്ഷേ തൊപ്പിക്ക് നല്ല ഫാൻസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ തൊപ്പിയുടെ ഫാൻസ് എന്ന് പറയുന്നത് കുട്ടിമക്കളാണ്. അവർ വിളിച്ചുകൊണ്ടൊന്നും ആവത്തില്ല. കഴിഞ്ഞ തവണ ജിൻഡോ ജയിച്ചതിൻ്റെ റീസൺ തൊപ്പിയല്ലായിരുന്നു. കഴിഞ്ഞ തവണ ജിൻഡോ ജയിച്ചതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റീസൺ റോബിനാണ്. വീട്ടമ്മമാരെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ റോബിനെ കൊണ്ടുപറ്റും. റോബിൻ ഒരു വാക്ക് പറഞ്ഞാൽ അതാരായിരുന്നാലും ജയിക്കും. അത് ഉറച്ച കാര്യമാണ്. ഇനി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളാണ്, ജെൻഡോ ഒരു കാരണവശാലും ജയിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ
ലാസ്റ്റ് മിനിറ്റിൽ റോബിൻ വന്ന് പറഞ്ഞു ജിൻഡോയ്ക്ക് വോട്ടിടണമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ അമ്മമാരുടെ സപ്പോർട്ട് മാത്രമാണ് ജയിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെ. അനുമോളുടെ ആ ഒരു സ്ട്രെങ്തിനെ പറ്റി റോബിൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ബാക്കി പറയേണ്ടി വന്നില്ല. റോബിൻ്റെ വാക്കുകൾക്ക് അത്രയും വാല്യൂ ഉണ്ടെന്നുള്ളത് വ്യക്തം. ഇനി അന്ന് ഇത് ഇയാളാണ് പറഞ്ഞത് കൊണ്ടാണ്, ഇവ വോട്ടിട്ടത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവനെയും കൊണ്ട് നേരെ അവൻ്റെ അടുത്തേക്ക് പോയത്, ഒരു ഇൻ്റർവ്യൂവിന് പോയത്. 17 ലക്ഷമോ 15 ലക്ഷമോ എന്തോ അവനൊക്കെ അന്ന് സ്കോർ ചെയ്തു എന്നൊക്കെ അന്ന് പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അതറിയത്തില്ല കേട്ടോ. ഒരാളുടെ ഇൻ്റർവ്യൂ എടുത്ത് നല്ല പൈസ കിട്ടും, അല്ലെ അത്രയും വ്യൂ പോകുമ്പോൾ അത്രയും പണം കിട്ടുമെന്ന് അവൻ പറയുന്നുണ്ട്. എനിവേ കോടീശ്വര പ്രഭുവായ അവനതോ അതിൻ്റെ അപ്പുറം പറയാമല്ലോ, എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ജിൻഡോ ഇവനാലെയാണ് ജയിച്ചതെന്നുള്ള തോന്നൽ ജിൻഡോയും അവിടെ പോയി കുത്തിയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ഇൻ്റർവ്യൂവിന്. അത് തന്നെ റാങ്ങാണ്. ജിൻഡോ പോയി അങ്ങനെ ഇരുന്നത് തന്നെ റോങ് ആണ്. ഇപ്പം അനുമോളെ പോലെ ഒരു വ്യക്തി ഒരുപാട് കൺസേൺ ചെയ്യണം. ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതിന്, ഒരിടത്ത് പോകുന്നതിന്, ചിലതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒക്കെ കൺസേൺ ചെയ്യണം. കാരണം അത്രയും പേരുടെ വിശ്വാസത്തിലാണ് നിങ്ങൾ ആ പൊസിഷനിലെത്തിയത്. നിങ്ങൾ തനിച്ച് വോട്ടിട്ടിട്ടല്ല അവിടെ എത്തിയത്. അതിനുവേണ്ടി ഒരുപാട് പേര് എഫർട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ കഷ്ടപ്പാടുണ്ട്. നിങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചാലും ഈ കഷ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ നാശം വരും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ശൈത്യയുമായി നാളെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ഇവളൊരു പോസ്റ്റ് ഇടുകയാണെന്ന് വെച്ചോ, നമുക്കൊക്കെ മുഖത്ത് ചെരുപ്പൂരി അടിച്ച കണക്കായിരിക്കും, നമുക്കൊക്കെ ഒരു അടി കിട്ടിയ കണക്കായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, രത്ന ചുരുക്കം. ഇനി തൊപ്പിയുടെ വിഷയത്തിലേക്ക് വരാം. തൊപ്പി പൈസ വാങ്ങിയിട്ടില്ല, പക്ഷെ തൊപ്പിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. അതേ ലാഭം അനീഷ് ജയിച്ചാൽ അനീഷിനെ കൊണ്ടുണ്ടാകുമെന്ന് ധരിപ്പിച്ചിട്ടാണ് തൊപ്പി അതിനകത്ത് ഇറങ്ങിയിരുന്നത്. ഒരു പക്ഷെ വിനു എന്ന് പറയുന്ന PR, അനുമോളുടെ PR തൊപ്പിയോട് ചോദിച്ചിട്ടുണ്ടാവാം ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ എന്ന്. അനുമോൾ ഒരു കാരണവശാലും അവിടെ പോയി ഇരിക്കില്ല എന്നുള്ളത് അവന് ബോധ്യമാണ്. പെണ്ണല്ലേ, അത് കുറച്ച് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, വരാൻ ചാൻസ് കുറവെന്ന് അവന് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അത് നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടാവാം. കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാകുന്ന ഒരു ചെറിയ കാര്യത്തിനെ വലുതാക്കി വളച്ചൊടിച്ച് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് അവസാനം കോംപ്രമൈസ് ആയി പ്രശ്ന പരിഹാരത്തിനായി അവൻ ബിനുവിനെ വിളിക്കുന്നു, അച്ചായനെ വിളിക്കുന്നു, ഇവരെയൊക്കെ വിളിക്കുന്നു. ഇവരെല്ലാവരും ചേർന്ന് പറയുന്നതിൽ തൊപ്പി പൈസ വാങ്ങിയിട്ടില്ല. നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അയാളെ PR ആക്കുകയും അയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് അയാൾ ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്, ബോധമില്ലായ്മയാണ്. നിങ്ങൾക്ക് ബോധമില്ലേ? ഒരു മനുഷ്യർ അങ്ങനെ പൈസ വാങ്ങി അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ പണം കിട്ടിയാൽ എന്താ ലാഭം? എനിക്കറിയത്തില്ല. PR എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത് അവർ അത്യാവശ്യം കട്ടി പേസ്റ്റ് ചെയ്ത് ഇടുന്നതാണ്. അത് അവരുടെ ക്രെഡിബിലിറ്റി അല്ലെ, അവരുടെ ഒരു കഴിവ് തന്നെയാണ്. ആ കഴിവ് കൊണ്ട് തന്നെയാണ് മിക്കവാറും ആൾക്കാർ സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്നത്. ഇപ്പം നമുക്കൊരു പ്രോഗ്രാം, ഒരിടത്ത് ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? മീഡിയാസിൽ കൂടിയാണ്. അതുകൊണ്ടാണ് മീഡിയാസിന് ആ റെസ്പെക്ട് കിട്ടുന്നത്. ഒരു വ്യക്തിയെ നശിപ്പിക്കാനും ഒരു വ്യക്തിയെ പുകഴ്ത്തി ആകാശമുട്ട കൊണ്ടുവയ്ക്കാനും മീഡിയാസിന് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് റീസെൻ്റ്ലി നിങ്ങൾ കണ്ട ഷോയും അതിനകത്തുള്ള അപ്പ് ആൻഡ് ഡൗൺസും. സോ ഈ ഒരു വിഷയത്തിൽ തൊപ്പി കറക്റ്റാണോ പിന്നെ കിങ്കരൻ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം വാഴകളാണെന്നേ ഞാൻ പറയുള്ളൂ. സൊസൈറ്റിക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പരസ്പരം തെറി വിളിക്കുന്നിടത്ത് ഇട്ടതാണോ? രണ്ടുപേർക്കും എന്തോ ഒരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അവൻ്റെ പ്രായത്തിനെ ബഹുമാനിച്ച് അവനെ ഏട്ടാന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നവൻ അവനെ പറ്റി മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അവനെ എടാ പോടാന്ന് വിളിക്കുന്നു. അവൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ അവൻ്റെ അപ്പോഴത്തെ ഉള്ള ദേഷ്യം മനസ്സിലാക്കുകയും ആ ദേഷ്യം മനസ്സിലാക്കി അതിന് സൗമ്യമായി മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അഖിൽ മാരാർക്ക് ഇങ്ങനെ ഒരു അപമാനം നേരിടേണ്ടി വരത്തില്ലായിരുന്നു. വയസ്സ് വ്യത്യാസം നോക്കാതെ നമ്മളുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയുന്നതാണ് ഏറ്റവും നല്ല പരിപാടി. അതിന് പകരം ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ അഡമൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള നാണക്കേടുകൾ ഇൻ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. മിസ്റ്റർ അഖിൽ മാരാർ ആൻഡ് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി അനുമോൾ ജയിച്ചു എന്ന് പറയുന്നത് അനുമോൾക്ക് ഒരു നാണക്കേടാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് വിനു ചെയ്ത ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. അഖിൽ മാരാർ വിന്നർ ആയത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അമ്മാതിരി സ്ത്രീവിരുദ്ധനായിരുന്നു അയാൾ എന്നുള്ളത് വ്യക്തം. ഇനി തൊപ്പിയുടെ കേസിലേക്ക് വരാം. തൊപ്പി പറഞ്ഞിട്ട് തൊപ്പിക്ക് ജയിക്കാത്തതിൽ തൊപ്പി കുറേ ഫീലിംഗ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ വീഡിയോയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അതിൽ കണ്ടാൽ മതിയാകും, അവിടെ പോയി കാണാം. അവിടെ പറയുന്നുണ്ട് നമുക്ക് ഒളിച്ചോടാന്ന്. ആ പയ്യന് അത്രയേ ഉള്ളൂ, അതൊരു സാധുവാണ്. അതിനാവശ്യമില്ലാത്ത പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതേ സെയിം ഫീൽഡ് അവൻ ചെയ്യുന്നു. അവനിക്ക് വലിയ പ്രിവിലേജോ അക്സെപ്റ്റൻസോ ഒന്നുമില്ല. അവൻ്റെ ആ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയും അവൻ കാണിക്കുന്ന കുറേ വെകിടത്തരം കൊണ്ട് തന്നെയും അവനെ അകറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട് സ്വയം ഊക്കുന്ന ഒരുത്തനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. നെവിൻ ഇപ്പുറം നെവിനും തൊപ്പിയും കറക്റ്റാണ്, സിമിലർ ക്യാരക്ടറാണ്. അവരവരുടെ കുറവുകൾ വിളിച്ചു പറയുന്നവരാണ്. അത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. ആ ഒരു കഴിവിലേക്കൊന്നും അഖിൽ മാരാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എത്തത്തില്ല. അപ്പോൾ അഖിൽ മാരാർ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ നോണ ശരിക്കും കണ്ടുപിടിക്കപ്പെട്ട സ്ഥിതിക്ക് അഖിൽ മാരാർ അതിന് സോറി പറയുക മാന്യത എന്നാണ് എൻ്റെ ഭാഗം. ഈ വിഷയത്തിൽ ഒന്ന് റിയാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത്. എനിക്കിത് ഇഷ്ടമില്ല പറയാൻ.
മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ മാത്തമെറ്റിക്സ്. ഒന്ന് രാജ്യദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ വിടുവായനായ ഒരു വിടുവായൻ. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അവഗണനയും പരിഗണനയും ഇല്ലാതെ ഗെയിമിൽ അഡിക്ഷൻ ആയി ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന മറ്റൊരു സാധനം. പലപ്പോഴും ലൈഫിൽ അവനെ വെച്ച് ഉപയോഗിക്കുന്നത് പലരുമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അതിന് നിന്നുകൊടുത്ത് വീഴ്ചകൾ വന്നിട്ട് പഠിക്കാതെ നിൽക്കുന്ന മറ്റൊരു സാധനം. ചുറ്റും നിൽക്കുന്നവന്മാർ പണം ഇല്ലെങ്കിൽ കൂടെ നിൽക്കത്തില്ല. അവൻ്റെ പണവും ഫെയിമും കൊണ്ടാണ് ആ ഒരു ഗട്ടർ കൂട്ടം കൂടെ നിൽക്കുന്നത്. ആ ഗ്യാങ്ങിൽ നിന്നൊക്കെ മാറി അന്തസ്സായിട്ട് പഠിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലെടുത്തോ ഒക്കെ ജീവിക്കുമ്പം അവന് കിട്ടുന്ന അക്സെപ്റ്റൻസ് വേറെ ലെവലായിരിക്കും. ഇപ്പം നമ്മളും ഒക്കെ കേസൊക്കെ വന്ന വ്യക്തികളാണ്. ഒത്തിരി പേര് കേസൊക്കെ വന്നിട്ടുണ്ട്, തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കേസ്. പക്ഷെ ഞങ്ങളെയൊന്നും ഇങ്ങനെ ഒരുമാതിരി പട്ടിയെ തൂക്കിക്കൊണ്ട് പോകുന്ന കണക്ക് തൂക്കിക്കൊണ്ട് പോയിട്ടില്ല പോലീസ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അവനെ കൊണ്ട് എത്തിച്ചത് അനാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ വേണ്ടാത്തടത്ത് പറഞ്ഞിട്ടാണ്. അതുമല്ല വയസ്സിന് മൂത്ത ഒരാളാണ് വിളിക്കുന്നത്, അയാളോട് ഫോണിൽ കൂടെ വിളിച്ച് അയാളെ ഇപ്പം അങ്ങ് തീർക്കാം എന്നൊരു രീതി നിൻ്റെ വയസ്സിനോ നിൻ്റെ മര്യാദയ്ക്കോ നല്ലതല്ല എന്നുള്ളതാണ്. രണ്ട് ഭാഗത്തും തെറ്റുണ്ട്, രണ്ട് ഭാഗത്തും ശരികളുമുണ്ട്. തൊപ്പിക്ക് തൊപ്പിയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ഇങ്ങനെയല്ലാതെ ഇടപെടാൻ ഒക്കത്തില്ല. അത് വളരെ മാനമായിട്ട് എടുത്തിരുന്നെങ്കിൽ അഖിൽ മാരാർക്ക് ഇപ്പോൾ ഈ നാണക്കേടും ഉണ്ടാകുമായിരുന്നില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.